സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സുവിശേഷത്തിലെ പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാതിരുന്ന സദുക്കായർ വന്നിട്ട് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പുനരുദ്ധാനത്തിൽ അവര് കാലാകാലങ്ങളായിട്ട് അവർ വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ടും പുതിയ ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടല്ല ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്, മറിച്ച് ഈശോയെ കൂടി കുടുക്കിൽ ചാടിച്ച് എങ്ങനെയെങ്കിലും ഈശോയോട് കൂടി വിശ്വാസം ഇല്ലാതാക്കണം, പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവർ ഈശോയെ സമീപിക്കുന്നത്. ഈശോയെ സമീപിച്ചിട്ട് അവരൊരു കുടുക്ക് ചോദ്യം ചോദിക്കുകയാണ്. അല്ല, എങ്ങനെയെങ്കിലും ഈശോയെ വാക്കിൽ കൊടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. മോശയുടെ നിയമത്തിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോ പണ്ട് നമ്മളിങ്ങനെ കടങ്കഥകളൊക്കെ ചോദിക്കുന്ന രീതിയിൽ ഉത്തരം മുട്ടിക്കാവുന്ന രീതിയിലുള്ളൊരു ചോദ്യം മെനഞ്ഞെടുത്ത് അവർ ഈശോയോട് ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ വചനങ്ങളോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു, അതിന്റെ കാരണം ഇതാണ്, നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ വചനങ്ങളോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈശോ അവർക്ക് കൃത്യമായിട്ട് പുനരുദ്ധാനത്തിലെ മനുഷ്യരുടെ രൂപത്തെക്കുറിച്ച് ഈശോ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുകയാണ്, ഒരു പുതിയ ബോധ്യം കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ കാര്യം ഇത് തന്നെയാണ്. അതായത് പുനരുദ്ധാനമുണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നവംബർ മാസത്തിലെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ നവംബർ മാസത്തിൽ മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചത് പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ശുദ്ധീകരണ സ്ഥലമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷ നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി